കോഴിക്കോട് കൊടുവള്ളി മാനിപ്പുരത്ത് ഒഴുക്കിൽപ്പെട്ട കാണാതായ 10 വയസ്സുകാരിക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. അഗ്നിരക്ഷാസേനയുടെ 3 ഇടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളാണ് തിരച്ചിൽ നടത്തുന്നത്. സ്കൂബ ഡൈവിംഗ് വിദഗ്ധരും സംഘത്തിലുണ്ട്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഇന്നലെയാണ് ഈ 10 വയസ്സുകാരിയെ കാണാതായത്. ഇന്നലെ മുതൽ തിരച്ചിൽ നടക്കുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്ന് രേണുക, ഇന്ന് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരും. തൻഹ ഷെറിൻ എന്ന് പറയുന്ന 10 വയസ്സുകാരിയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഇന്നലെ തിരുവോണ ദിനത്തിൽ ഉമ്മയുടെ കൂടെ കുളിക്കാൻ എത്തിയതായിരുന്നു തൻഹ ഷെറിൻ. മാത്രമല്ല, ഇവർ ഈ ചെറുപുഴയുടെ ഭാഗമായ തൃപ്പുഴ, ആ കൊടുവള്ളിയിലെ ചെറുപുഴയിൽ, ആ ചെറുപുഴയുടെ ഭാഗമായ കൊടുവള്ളിയുടെ ഭാഗത്ത്, മാനിപുരത്തെ ഭാഗത്താണ് ഇവർ താമസിക്കുന്നത്. ഈ മാനിപുരത്ത് ഇവരുടെ കുടുംബം പൊന്നാനി സ്വദേശികളാണ്. ഇവർ പിതാവിൻ്റെ നാടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കൊടുവള്ളി മാനിപുരത്താണ് താമസിച്ചിരുന്നത്. അങ്ങനെയാണ് അവധി ദിവസമായതുകൊണ്ട് ഉമ്മയുടെയും 12 വയസ്സുള്ള സഹോദരനുമൊപ്പം തൻഹ ഷെറിൻ എന്ന് പറയുന്ന 10 വയസ്സുകാരി ഈ ചെറുപുഴയിൽ പതിവ് പോലെ കുളിക്കാനെത്തുന്നു. ആ കുളിക്കാനെത്തിയ സമയത്താണ് ഇന്നലെ അവർ ഈ കുഞ്ഞ് കാൽവഴുതി പുഴയിലേക്ക് വീണു പോകുന്നൊരു സാഹചര്യം. സഹോദരനും ഒഴുക്കിൽപ്പെട്ടിരുന്നു. പക്ഷേ നിലവിളി ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ സഹോദരനെ രക്ഷപ്പെടുത്തി കരയിലെത്തിക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ കുട്ടി എന്ന് പറയുന്നത് ഇവിടെ വലിയ ചുഴികൾ ഒക്കെയുള്ള മേഖലയാണ് എന്നാണ് അഗ്നിരക്ഷാ സേനാംഗങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. അത് ഈ തെരച്ചിലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇന്നലെ രാത്രി 9 മണിവരെ ഈ അഗ്നിരക്ഷാ സേന, ഒപ്പം തന്നെ സ്കൂബ ഡൈവിംഗ്, അഗ്നിരക്ഷാ സേനയുടെ കോഴിക്കോട് നിന്നുള്ള സ്കൂബ ഡൈവിംഗ് വിദഗ്ധരുൾപ്പെടെ തെരച്ചിൽ നടത്തിയെങ്കിലും ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ അല്പസമയത്തിനകം ഈ തെരച്ചിൽ പുനരാരംഭിക്കും. 7:38 മണിയോടുകൂടി തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് അറിയുന്നത്. മുക്കത്ത് നിന്നുള്ള അഗ്നിരക്ഷാ സേനയ്ക്ക് പുറമെ മീഞ്ചന്തയിൽ നിന്നും വെള്ളിമാടുകുന്നിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെ വിവിധ യൂണിറ്റുകൾ, അങ്ങനെ 3 ഇടങ്ങളിൽ നിന്നുള്ള വിവിധ യൂണിറ്റുകൾ അവിടെ തെരച്ചിലിന് നേതൃത്വം നൽകും. ഒപ്പം തന്നെ അഗ്നിരക്ഷാ സേനയുടെ കോഴിക്കോട് നിന്നുള്ള സ്കൂബ ഡൈവിംഗ് സംഘവും ഇന്ന് തെരച്ചിൽ സംഘത്തിലുണ്ടാകും. ഇന്നലെയും അവരുണ്ടായിരുന്നു. ഇന്ന് എങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. വലിയ ഒരു ദുഃഖകരമായൊരു വിവരമാണ്. കാരണം ഇന്നലെ തന്നെ ഈ തിരുവോണ ദിനത്തിൽ വൈകുന്നേരത്തോടുകൂടി നമുക്ക് കേൾക്കാനായത് ആ കുട്ടി എത്രയും പെട്ടെന്ന് ജീവനോടെ തന്നെ ലഭിക്കട്ടെ. കാരണം കൂടുതൽ കരുത്തോടെ ആ കുട്ടിയെ കണ്ടെത്തി പൊതുജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. അല്പസമയത്തിനകമാണ് തിരച്ചിൽ പുനരാരംഭിക്കുക. രേണുക. ശരി റിയാസ്, കോഴിക്കോട് കൊടുവള്ളി മാനിപുരത്ത് ഒഴുക്കിൽപ്പെട്ട കാണാതായ 10 വയസ്സുകാരിക്കായുള്ള തിരച്ചിൽ സേനയുടെ 3 ഇടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളാണ് നടത്തുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് റിയാസ് KMR ആണ്.